KS കാർഡിലാണെങ്കിൽ കഴിഞ്ഞ പരീക്ഷയ്ക്ക് ഫിനാൻസ് മേഖലയിൽ നിന്നൊക്കെ ചോദ്യങ്ങൾ വന്നിട്ടുണ്ട്. അപ്പം കുട്ടികൾക്കുള്ള ഒരു അടുത്ത സംശയമാണ്, ഈ രണ്ട് പരീക്ഷ ഒന്നാണെങ്കിൽ സിലബസും ഒന്നാവും, അപ്പൊ എന്തെങ്കിലും ചേഞ്ച് സിലബസിൽ വരാൻ സാധ്യതയുണ്ടോ? പലർക്കുള്ള സംശയമാണ്. HDC BM ഉള്ളവർക്ക് ഇത് അപ്ലൈ ചെയ്യാൻ പറ്റുമോ? ചിലർ പറയുന്നത് സൈറ്റിൽ അപ്ലോഡ് ചെയ്യാൻ പറ്റുന്നില്ല, അങ്ങനെ ഒരു പ്രശ്നം പറയുന്നത്. അപ്പൊ അടുത്ത ഒരു ചോദ്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, പരീക്ഷ ഒരു പരീക്ഷ ആയിരിക്കുമോ, പ്രിലിംസ് ഉണ്ടോ? ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും സഹകാരിയിലേക്ക് സ്വാഗതം. PSCയുടെ ഭാഗത്തു നിന്നും കോർപ്പറേഷൻ മേഖലയിൽ 2 നോട്ടിഫിക്കേഷൻസ് വന്നിട്ടുണ്ട്. JCA ഖാദി ആൻഡ് വില്ലേജ് ഇൻഡസ്ട്രി, അതേപോലെ തന്നെ KS കാർഡ് ബാങ്ക് അസിസ്റ്റന്റ്. അപ്പൊ ഈ 2 നോട്ടിഫിക്കേഷൻ വന്ന അന്ന് മുതൽ കുട്ടികൾക്ക് എല്ലാവർക്കും ഭയങ്കര അധികം സംശയങ്ങളാണ്. ഒരുപാട് മേഖലകളിൽ അവർക്ക് സംശയങ്ങളുണ്ട്. അപ്പം നമ്മുടെ കൂടെ ഇന്ന് ശ്യാം സാറുണ്ട്. ശ്യാം സാറിന്റെ അടുത്ത് നമുക്ക് ഈ സംശയങ്ങളെല്ലാം ചോദിക്കാം. സാർ, അപ്പം എല്ലാവർക്കും അറിയേണ്ടത് വേക്കൻസിയെ കുറിച്ചാണ്, ഈ 2 പോസ്റ്റിന്റെ. അപ്പൊ കോള് ഇഷ്ടംമാതിരി കോളാണ്. കാര്യം നമുക്കിപ്പോ ഒന്ന് എന്ന് പറയുമ്പോൾ ആരെയും കുറ്റം പറയാൻ പറ്റത്തില്ല. JSCയുടെ നോട്ടിഫിക്കേഷൻ വന്നപ്പോഴത്തേക്ക് 2 വേക്കൻസി എഴുതിയിരിക്കുന്നത്. 2 വേക്കൻസിക്ക് വേണ്ടി എന്തിനാ പഠിക്കുന്നത് എന്നൊരു ചോദ്യം എല്ലാവരുടെ മനസ്സിൽ സാധാരണ തോന്നാം. അതുപോലെ KS കാർഡ് ബാങ്ക് എന്ന് പറയുമ്പോഴത്തേക്കും ആന്റിസിപ്പേറ്റഡ് വേക്കൻസീസ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. കാര്യം അതിന്റെ ലിസ്റ്റിന്റെ കാലാവധി കഴിഞ്ഞില്ല. അപ്പോൾ നമുക്ക് അതിനകത്ത് എത്രത്തോളം വേക്കൻസികൾ ആന്റിസിപ്പേറ്റ് ചെയ്യാന്നുള്ള ഒരു ക്ലാരിറ്റി നമ്മുടെ കുട്ടികൾക്ക് ആവശ്യമാണ്. അപ്പോൾ ഒന്നെന്ന് പറയുമ്പോൾ നമുക്ക് ഇതിനകത്ത് JSCയുടെ ഇപ്പൊ എപ്പോഴും വേക്കൻസി ഉണ്ടാകുന്ന എപ്പോഴാണെന്ന് നിങ്ങൾ മനസ്സിലാക്കാം. വേക്കൻസി ഒരു ലിസ്റ്റിന്റെ കാലാവധി കഴിഞ്ഞു, അത് കഴിഞ്ഞതിന് ശേഷം റിപ്പോർട്ട് ചെയ്യുന്ന വേക്കൻസികൾ മാത്രമേ അടുത്ത നോട്ടിഫിക്കേഷനിലേക്ക് എപ്പോഴും നമുക്ക് റിപ്പോർട്ട് ചെയ്യപ്പെടുള്ളൂ. എപ്പോൾ PSC നോട്ടിഫിക്കേഷൻ വിളിക്കുന്ന ആ ഒരു സാഹചര്യത്തിൽ പലപ്പോഴും ലിസ്റ്റ് നിലവിലുള്ളപ്പോഴത്തേക്കാണ് പുതിയ നോട്ടിഫിക്കേഷൻസ് വരുന്നത്. അപ്പോൾ നമുക്ക് എക്സ്പെക്ടഡ് വേക്കൻസീസ് മാത്രമേ നമുക്ക് കൂട്ടാൻ പറ്റത്തുള്ളൂ. ഇപ്പോൾ നമ്മുടെ ഏപ്രിൽ 24-ാം തീയതി ഈ കഴിഞ്ഞ JSCA ഖാദി ബോർഡിലേക്കുള്ള പരീക്ഷയുടെ ലിസ്റ്റ് എക്സ്പയർഡ് ആയി. അത് മൊത്തം 58 അഡ്വൈസുകളാണ് പോയിട്ടുണ്ടായിരുന്നത്. അപ്പൊ സാധാരണ ഓൺ ആവറേജ് നമുക്ക് അതിനുശേഷം 2 വേക്കൻസി ഇപ്പോൾ റിപ്പോർട്ട് ആയിട്ടുണ്ട് ഏപ്രിൽ 24-ന് ശേഷം. അപ്പോൾ ഇനി ഈ എക്സാമിനേഷൻ, ഈ 2 പരീക്ഷകൾ പറയുന്നത് കേട്ടോ, ഈ എക്സാമിനേഷൻ നടക്കാൻ ഏകദേശം ഒരു 6 മാസം എടുക്കും. അത് കഴിഞ്ഞ് അതിന്റെ ഫൈനൽ റാങ്ക് ലിസ്റ്റ് വരാൻ ഒരു 6 മാസം ആവറേജ് കൂട്ടാം. അപ്പോൾ അങ്ങനെ 1 വർഷം. പിന്നെ നോർമലി ലിസ്റ്റിന്റെ കാലാവധി 3 വർഷം. അങ്ങനെ ഏകദേശം 4 വർഷം കൊണ്ട് ഈ ഡിപ്പാർട്ട്മെന്റിൽ അറൈസ് ആകുന്ന വേക്കൻസികളാണ് നമ്മുടെ ഈ ലിസ്റ്റിൽ നിന്നും ഫില്ലാകുന്നത്. അതുകൊണ്ട് തന്നെ നമുക്കിത് പ്രതീക്ഷിക്കാവുന്ന എണ്ണം എന്ന് പറയുമ്പോൾ 2ലും കൂടെ കേട്ടോ, നമുക്ക് KS കാർഡ് ബാങ്കിലും അതുപോലെ ഈ പറഞ്ഞ JSCയിലും കൂടെ ഒരു 200-നോട് അടുപ്പിച്ചുള്ള വേക്കൻസികളുടെ എണ്ണമാണ് നമുക്ക് പ്രതീക്ഷിക്കാവുന്നത്. സാർ, അപ്പൊ അടുത്ത ചോദ്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇത് 2 പരീക്ഷയാണോ അതോ ഇനി ഒരു പരീക്ഷയാണോ? കാര്യം 2 നോട്ടിഫിക്കേഷൻ ആയിട്ടാണല്ലോ ഇത് വിളിച്ചത്. മനസ്സിലായി. അപ്പൊ നമുക്ക് ഇതിനു മുന്നേ PSC നമുക്ക് എപ്പോഴും ഞാൻ എടുത്തു പറയാൻ എല്ലാ വർഷവും നമുക്ക് 2 നോട്ടിഫിക്കേഷനുകൾ PSC വരുന്നുണ്ട്. അതിന് ഫസ്റ്റ് ഓഫ് ഓൾ താങ്ക്സ് അല്ലേ നമ്മുടെ ഉദ്യോഗാർത്ഥികളുടെ ഭാഗത്തുനിന്ന് താങ്ക്സ്. അപ്പോൾ കഴിഞ്ഞ വർഷം വന്നത് നമ്മുടെ JSCയും കേരള ബാങ്കുമാണ്. അപ്പോൾ JSCയും കേരള ബാങ്കും എന്ന് പറയുമ്പോഴത്തേക്ക് അത്യാവശ്യം നല്ല രീതിക്ക് അഡ്വൈസ് പോകുന്ന ഒരു പരീക്ഷയായിരുന്നു. വേണമെങ്കിൽ അത് ഒരു പരീക്ഷയായിട്ട് നടത്താമായിരുന്നു. കാരണം ഒരേ തരത്തിലുള്ള ആപ്ലിക്കൻസ് ആണ്, അതേപോലെ ബാക്കി സിലബസ് സെയിം ആയിരുന്നു, ഒറ്റ സിലബസ് ആണ് തന്നതും. അപ്പോൾ അങ്ങനെ വന്ന സ്ഥിതിക്ക് നമുക്ക് വേണമെങ്കിൽ ഒരു പരീക്ഷ നടത്താമായിരുന്നു. പക്ഷെ 2 പരീക്ഷയായിട്ടാണ് നടന്നത്. പക്ഷേ നമ്മൾ മനസ്സിലാക്കുന്നത് ഈ 2 നോട്ടിഫിക്കേഷനും ഒരു ഒറ്റ ഡിസിഷന്റെ ബേസിൽ വന്നതുകൊണ്ട്, അതായത് ഒരു കമ്മിറ്റി കൂടി ഒരു ഡിസിഷൻ എടുത്തിട്ടാണ് PSC നടപ്പിലാക്കിയിരിക്കുന്നത്. അപ്പോൾ ഒരു 99% ഇതിൽ ഒറ്റ പരീക്ഷ ആകാനാണ് സാധ്യത ഏറ്റവും കൂടുതൽ വരുന്നത്. അങ്ങനെ വരുമ്പോഴത്തേക്ക് സിലബസ് ഉറപ്പായിട്ട് സെയിം ആയിരിക്കും. അപ്പൊ നമ്മൾ ഈ ഒരൊറ്റ പരീക്ഷയ്ക്ക് വേണ്ടി പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? 2 റാങ്ക് ലിസ്റ്റിന് ഉൾപ്പെടാനുള്ള സാഹചര്യത്തിലേക്ക് ഉയരാൻ പറ്റും എന്നുള്ളതാണ്. അപ്പോൾ അങ്ങനെ ഒറ്റ പരീക്ഷ നടത്തി റാങ്ക് ലിസ്റ്റ് പബ്ലിഷ് ചെയ്യുന്ന സാഹചര്യം വരുമ്പോഴത്തേക്ക് ഉണ്ടാകുന്ന പ്രത്യേകത എന്ന് പറയുമ്പോൾ എപ്പോഴും ലിസ്റ്റ് കുറച്ചും കൂടെ വലുതാകും. കാരണം NJD അല്ലെ ഒരുപാട് വരാൻ സാധ്യത. അതെ, NJD വേക്കൻസികൾ ഒരുപാട് റിപ്പോർട്ടാകും. അല്ലെങ്കിൽ ഒരാൾക്ക് ഒരു പോസ്റ്റിലേക്ക് കയറാൻ പറ്റുള്ളൂ. അപ്പൊ കുറച്ചും കൂടെ സാധാരണ നോർമലി ഉള്ളതിനേക്കാൾ ലിസ്റ്റ് വലുതാകാനും താരതമ്യേന കുറച്ചുകൂടെ കട്ട് ഓഫ് കുറയാനും സാധ്യത വളരെയേറെയാണ് ഇങ്ങനെ നടക്കുന്ന പരീക്ഷ. 2 റാങ്ക് ലിസ്റ്റുകൾ ഒരെണ്ണം വന്നിട്ടുണ്ട് കേരള ബാങ്ക്, വരുന്നുണ്ട്. അവസരങ്ങൾ കുറച്ചുകൂടി കൂടുതലാണ്. അതാണ് ഇവിടെ ജോത്തു പറഞ്ഞ വളരെ കൃത്യമായ കാര്യമാണ്. കാര്യം നമുക്കിപ്പോ ഒന്ന് ഓപ്പൺ ഡിപ്പാർട്ട്മെന്റ് JSCയുടെ ഏകദേശം 400 പേരുടെ റാങ്ക് ലിസ്റ്റ് ഇപ്പം ഉടൻ തന്നെ വരും. അതിനോടൊപ്പം കേരള ബാങ്കിന്റെ അഡ്വൈസ് നടന്നുകൊണ്ടിരിക്കുന്നു. അതിൽ കുറച്ച് പ്രശ്നങ്ങളൊക്കെ പറഞ്ഞു കേൾക്കുന്നുണ്ട്. പക്ഷെ അതെല്ലാം ഉടൻ തന്നെ സോർട്ട് ഔട്ട് ആയിട്ട് കേരള ബാങ്കിൽ അഡ്വൈസ് പോയിക്കൊണ്ടിരിക്കണം. ഫസ്റ്റ് അഡ്വൈസ് പോയി, ഏകദേശം 300-ഓളം പേർക്ക് അഡ്വൈസ് പോയി. അപ്പൊ ഇതിനകത്ത് വരുന്ന ആൾക്കാരിൽ കോമൺ ഉണ്ടാവും അല്ലെ, അങ്ങനെ തന്നെ കുറെ പേർക്ക് ജോലിയായിട്ട് പോകും. അപ്പൊ നമ്മുടെ ലക്ഷ്യം ലിസ്റ്റ് ഉൾപ്പെടുക എന്നുള്ള. ഈ വരുന്ന 2 ലിസ്റ്റിൽ ഉൾപ്പെട്ട് കഴിഞ്ഞാൽ നമുക്ക് അത്രയും സാധ്യത വരും. കാര്യം ഇത് എല്ലാം കൂടെ ഒരുമിച്ച് ഇങ്ങനെ വന്നൊരു അവസരം ആയതുകൊണ്ട് തന്നെ ഇതിൽ കോമൺ ആയിട്ട് 1ാം റാങ്ക് വാങ്ങുന്ന ആൾക്കാർ അവിടെ ഇവിടെയൊക്കെ പെടും. അതെ. അപ്പൊ അങ്ങനെ വരുമ്പോഴത്തേക്കും നമുക്ക് ലിസ്റ്റിൽ പെടുക എന്നുള്ളതാണ് ഏറ്റവും കൂടുതൽ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യം. റാങ്ക് ലിസ്റ്റ് 2 ആവും കേട്ടോ. 2 റാങ്ക് ലിസ്റ്റ് തന്നെ ആയിരിക്കും വരുന്നത്.
അപ്പോൾ അതിനനുസരിച്ച് കട്ട് ഓഫ് താഴ്ത്തിയായിരിക്കും വെക്കാൻ സാധ്യതയുള്ളത്. അപ്പൊ സാർ അടുത്തൊരു സംശയമായിട്ട് വന്നതാണ്, അതായത് JSEയിൽ നമുക്കൊരു സ്പെസിഫൈഡ് സിലബസ് ഉണ്ടാവും. KS കാർഡിലാണെങ്കിൽ കഴിഞ്ഞ പരീക്ഷയ്ക്ക് ഫിനാൻസ് മേഖലയിൽ നിന്നൊക്കെ ചോദ്യങ്ങൾ വന്നിട്ടുണ്ട്. അപ്പം കുട്ടികൾക്കുള്ള ഒരു അടുത്ത സംശയമാണ്, ഈ രണ്ട് പരീക്ഷ ഒന്നാണെങ്കിൽ സിലബസും ഒന്നാവും, അപ്പൊ എന്തെങ്കിലും ചേഞ്ച് സിലബസിൽ വരാൻ സാധ്യതയുണ്ടോ? അതെ, ഫിനാൻസിന്റെ കാര്യം ഒരുപാട് പേര് ചോദിക്കുന്നുണ്ട്. ഫിനാൻസ് ഉണ്ടോ സാറേ, ഫിനാൻസ് ഉണ്ടോ സാറേ? അപ്പൊ ശരിക്കും പറഞ്ഞാൽ ആ ഒരു പരീക്ഷ കഴിഞ്ഞ KS കാർഡ് ബാങ്ക് എക്സാമിനേഷൻ 2020 നോട്ടിഫിക്കേഷൻ വരുമ്പോൾ ശരിക്കും പറഞ്ഞാൽ PSC വളരെ വലിയൊരു ട്രാൻസിഷന്റെ ഒരു സ്റ്റേജിലായിരുന്നു. കാരണം പ്രിലിംസ് വരുന്നു, അതുപോലെ വെൽ സ്ട്രക്ചേർഡ് സിലബസ് വരുന്നു. അപ്പോൾ സിലബസ് തന്നെ മാർക്ക് അടിസ്ഥാനത്തിലല്ലേ? അതായത് നമുക്ക് ഒരു ടോപ്പിക്കിന് ഇത്ര മാർക്ക്, അങ്ങനെ സിലബസ് ഒക്കെ നമുക്ക് 2020-21 കാലയളവ് വന്നു തുടങ്ങിയത്. അപ്പൊ അതിന് തൊട്ടു മുന്നേ ആണ് നമ്മുടെ ഈ KS കാർഡ് ബാങ്കിന്റെ എക്സാമിനേഷൻ നടക്കുന്നത്. അപ്പൊ അന്ന് നമുക്ക് നമ്മുടെ മുന്നിലുണ്ടായിരുന്നത് അതിന് മുന്നേ നടന്ന JSEയുടെ സിലബസ് ആണ്, കുറച്ച് വേഗ് സിലബസ് ആണ്. അപ്പൊ അവിടെ ഒരു വേഗ് ആയിട്ടുള്ള സിലബസ് ആണ് നമുക്ക് അന്ന് ഉണ്ടായിരുന്നത്. അന്ന് സിലബസ് കൊടുക്കണം എന്നുള്ളൊരു നിഷ്കർഷ PSC കൊണ്ടുവന്ന സമയത്താണ് ഈ പരീക്ഷ വരുന്നത്. കൺഫർമേഷൻ വിളിച്ചു തുടങ്ങുന്ന സമയം അതിന്റെ കൺഫർമേഷൻ എന്നുള്ള പരിപാടിയൊന്നും ഇല്ല. അപ്പോൾ കൺഫർമേഷൻ ഉള്ള പരിപാടി വന്നപ്പോൾ സിലബസ് കൊടുക്കേണ്ട സാഹചര്യം വന്നു. അപ്പോൾ തട്ടിക്കൂട്ടിയ സിലബസ് എന്നാണ് നമുക്ക് തോന്നിയിട്ടുള്ളത്. കാര്യം എന്ന് പറയുമ്പോഴത്തേക്കും there was no detail. എന്താണ് ഫിനാൻസിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്, അങ്ങനെ ഒന്നും ഉണ്ടായിരുന്നില്ല. പക്ഷെ അത്തവണയും നമ്മുടെ സഹകാരിയുടെ ടീം വളരെ സ്ട്രോങ് ആയിട്ട് നമുക്ക് ഫിനാൻസിന്റെ ആ ഏരിയസ് മാക്സിമം ഫിനാൻഷ്യൽ മാനേജ്മെന്റ് അടക്കമുള്ള ഭാഗങ്ങളെല്ലാം കവർ ചെയ്ത്, കോസ്റ്റ് അക്കൗണ്ടിങ് കവർ ചെയ്ത് മുന്നോട്ട് പോയിട്ടുണ്ടായിരുന്നു. അതിന്റെ ഫലമാണ് കഴിഞ്ഞ KS കാർഡ് ബാങ്കിന്റെ റിസൾട്ട് ഒക്കെ. അപ്പൊ ഇപ്രാവശ്യം നമുക്ക് മനസ്സിലാക്കേണ്ടത്, അതായത് നമുക്കിപ്പോ 2 നോട്ടിഫിക്കേഷൻ വിളിച്ചിരിക്കുന്ന ഒരുമിച്ചാണല്ലോ. അപ്പൊ അതിന്റെ കൂട്ടത്തിൽ JSE ഉണ്ട്. അപ്പൊ ഈ JSE കഴിഞ്ഞിട്ട് കേരള ബാങ്ക് എന്ന് പറയുമ്പോൾ KS കാർഡ് ബാങ്കിന് ആയിട്ടല്ലേ വളരെ സമാനമായിട്ട് നിൽക്കുന്ന ഒരു സ്ഥാപനമാണ്. എന്നിട്ട് പോലും അവിടെ സിലബസിലൊന്നും മാറ്റമൊന്നും വന്നില്ല എന്നുള്ളതാണ്. അപ്പൊ നമുക്കിപ്പോ നിലവിൽ കയ്യിലുള്ള സിലബസ് നന്നായിട്ട് പഠിച്ചു തീർക്കുക എന്നുള്ളതാണ് നിങ്ങൾ ലക്ഷ്യമാക്കേണ്ടത്. വേറെ എക്സ്ട്രാ ഒന്നും പോകേണ്ട കാര്യമില്ല. എന്തായാലും നമുക്ക് ഡിസംബർ 31 നമ്മുടെ ഇത് വരും, ഏതാണ് ആന്റിസിപ്പേറ്ററി കലണ്ടർ വരും. ഈ ആന്റിസിപ്പേറ്ററി കലണ്ടർ വരുമ്പോഴത്തേക്കും വ്യക്തമായ ഒരു ധാരണ നമുക്ക് കിട്ടും, ഇത് എന്തായിരിക്കും 2 പരീക്ഷയാണോ എന്നുള്ള കാര്യത്തിലൊക്കെ. അപ്പൊ അതുവരെ ഒന്ന് വെയിറ്റ് ചെയ്യുക. കുഴപ്പമില്ല, നിങ്ങൾ ധൈര്യമായിട്ട് പഠിച്ചു തുടങ്ങുമ്പോൾ ഇപ്പൊ നിലവിലെ JSE സിലബസ് തന്നെ നന്നായിട്ട് പഠിച്ചു തുടങ്ങുക. പഠിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറയുമ്പോഴത്തേക്കും നിങ്ങൾ അത് കൂടുതൽ കാര്യങ്ങൾ വെബിനാറിൽ നമുക്ക് ഡിസ്കസ് ചെയ്യാം. വെബിനാറിൽ നിങ്ങൾ ഉറപ്പായിട്ടും പങ്കെടുക്കുക കേട്ടോ. അതിനുവേണ്ടി നമുക്ക് താഴെ നമ്പർ ഉണ്ടായി, നിങ്ങൾ മെസ്സേജ് ചെയ്താൽ മതി, JSE മെസ്സേജ് ചെയ്താൽ മതി. പഠിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം, നമ്മൾ CSCBക്ക് പഠിക്കുന്ന പോലെ പരത്തി പഠിച്ചിട്ട് കാര്യമില്ല. പഠിക്കുന്ന കാര്യം നല്ല ഡെപ്തിൽ മനസ്സിലാക്കി, അല്ലെ, ഒരു ആപ്ലിക്കേഷൻ ലെവലിലുള്ള ചോദ്യങ്ങൾ ഒക്കെ നമ്മൾ ക്ലിയർ ചെയ്തു. അതെ, സ്റ്റേറ്റ്മെന്റ് എന്ന് പറയുമ്പോഴത്തേക്ക് ഇപ്പൊ ഏറ്റവും റീസെന്റ് ജഗത്തിന്റെ ശ്രദ്ധപ്പെടുന്ന അറിയില്ല, നമുക്ക് പുതിയ തരത്തിലുള്ള സ്റ്റേറ്റ്മെന്റ് അല്ല ജഗത്തെ. നമുക്ക് ഈ ഏറ്റവും റീസെന്റ് ആയിട്ട് നമ്മുടെ ഡിഗ്രി എക്സാംസിലൊക്കെ ഒരു സ്റ്റേറ്റ്മെന്റ്, അതിനോട് താഴെ 3 സ്റ്റേറ്റ്മെന്റ് ഉണ്ടായിരിക്കും. ഇതിൽ ഏറ്റവും കൂടുതൽ ആപ്റ്റ് ആയിട്ടുള്ള തിരഞ്ഞെടുക്കാൻ വേണ്ടിയിട്ട്. അപ്പൊ അത്രയും ഡെപ്തിൽ നമ്മൾ എന്ത് ചെയ്യണം, പ്രാക്ടീസ് ചെയ്യണം. പഠിക്കുന്നുണ്ടോ പ്രാക്ടീസ് ചെയ്താൽ മാത്രമേ നമുക്ക് PSC പരീക്ഷ ക്രാക്ക് ചെയ്യാൻ പറ്റത്തുള്ളൂ. അപ്പോ CSCB ഇതുവരെ ആ ഒരു വന്നിട്ടില്ല, പോയിട്ടില്ല. വരും കാലങ്ങളിൽ അങ്ങനെ ആകാൻ നിവൃത്തിയില്ല. കാര്യം എന്ന് പറയുമ്പോൾ 100 മാർക്കിന്റെ പരീക്ഷയായല്ലേ, നെഗറ്റീവ് വരാം. അപ്പൊ ഒരുപാട് വ്യത്യാസങ്ങൾ CSCB വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ നിങ്ങൾ പ്രാക്ടീസ് ചെയ്യുമ്പോൾ കുറച്ചുകൂടെ കയറ്റി പ്രാക്ടീസ് ചെയ്യുന്നതുകൊണ്ട് വേറെ നഷ്ടമൊന്നുമില്ല. നന്നായിട്ട് പ്രാക്ടീസ് മുന്നോട്ട് വരാന്നുള്ളതാണ്. അപ്പൊ സാർ അടുത്ത ചോദ്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിന്റെ ഏജ് ഫാക്ടറാണ്. 2 നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ട്, 2 ഇതിനുള്ള ഏജ് ഫാക്ടറാണ് എല്ലാവരുടെയും ചോദ്യം. ഓക്കെ, അപ്പൊ അത് നമ്മൾ ശരിക്കും നോട്ടിഫിക്കേഷൻ പരിശോധിച്ചാൽ മാത്രം മതി. നോട്ടിഫിക്കേഷനിൽ വളരെ വ്യക്തമാണ്, 40 വയസ്സ് വരെ നമുക്ക് KS കാർഡ് ബാങ്ക്, കേരള ബാങ്ക് പോലെ തന്നെ, അല്ലെങ്കിൽ സഹകരണ മേഖലയിൽ പ്രവർത്തിക്കുന്ന ബാങ്ക് ആയതുകൊണ്ട് 40 വയസ്സ് വരെ ഓപ്പൺ കാറ്റഗറിയുള്ള എല്ലാവർക്കും അപേക്ഷ കൊടുക്കാം. അതിനോടൊപ്പം നമുക്ക് OBC-കാർക്കും അതുപോലെ മുസ്ലിംസിനും ഒക്കെ ആയിട്ട് 43 വയസ്സ് വരെയും, SC/ST കാറ്റഗറിക്ക് 45 വയസ്സ് വരെയാണ് KS കാർഡ് ബാങ്കിന് അപേക്ഷ കൊടുക്കാൻ പറ്റുന്നത്. അതേസമയം JSE എന്ന് പറയുമ്പോൾ നമ്മുടെ ഡിപ്പാർട്ട്മെന്റ് JSE 37 വയസ്സാണ് അപ്പർ ഏജ് ലിമിറ്റ്. പക്ഷെ ഇവിടെ നമുക്ക് അങ്ങനെ ഒരു അഡ്വാൻറ്റേജ് ഇല്ല, 36 വയസ്സ് വരെ ഉള്ളൂ. നോർമലി ഉള്ള പോലെ 3 വർഷം OBC-ക്കും മുസ്ലിംസിനുള്ള റിലാക്സേഷനും അതുപോലെ SC/ST-ക്ക് 5 വർഷത്തെ റിലാക്സേഷനും ഉണ്ടായിരിക്കും. അപ്പൊ അടുത്ത ഒരു ചോദ്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു പരീക്ഷയായിരിക്കും, പ്രിലിംസ് ഉണ്ടോ? കാര്യം ഇതൊരു ഡിഗ്രി ലെവൽ എക്സാം ആണല്ലോ, അതുകൊണ്ട് തന്നെ അങ്ങനെ ഒരു സംശയമാണ്. ഓക്കെ, അപ്പൊ നമുക്ക് ഈ പരീക്ഷ പ്രിലിംസ് ഉണ്ടാവില്ല. ശരിക്കും സഹകരണ മേഖലയിൽ പഠിച്ചുകൊണ്ട് നിൽക്കുന്ന ആൾക്കാർക്ക് അറിയാം. പക്ഷെ മറ്റ് ഇതര PSC പരീക്ഷയ്ക്ക് വേണ്ടി പഠിച്ചുകൊണ്ടിരിക്കുന്ന ആൾക്കാർ ഡിഗ്രിയുടെ എക്സാമിനേഷൻ ആകുമ്പോഴത്തേക്കും പ്രിലിംസ് ഉണ്ടാകാൻ സാധ്യതയുണ്ടോ എന്നൊരു ചോദ്യം വരാറുണ്ട്. ഇല്ല എന്നുള്ളതാണ് ഉത്തരം. ഇതിന് പ്രിലിംസ് ഉണ്ടാവില്ല, ഒറ്റ പരീക്ഷ മാത്രമേ ഉണ്ടാകത്തുള്ളൂ. പിന്നെ നമുക്ക് JSEക്ക് ആസ് യൂഷ്വൽ ഇന്റർവ്യൂ ഉണ്ടായിരിക്കും. ഇന്റർവ്യൂവിന് മാർക്ക് ഉള്ള ഇന്റർവ്യൂ തന്നെ ആയിരിക്കും ഉണ്ടാവുക. അങ്ങനെ 2 ലെവലാണ് JSEയിൽ ഉണ്ടാവുക. മറ്റ് KS കാർഡ് ബാങ്കിന് ഒറ്റ ലെവൽ എക്സാമിനേഷൻ മാത്രമേ ഉണ്ടാകത്തുള്ളൂ. അപ്പൊ സാർ അടുത്തൊരു ചോദ്യം എന്ന് പറയുന്നത് ക്വാളിഫിക്കേഷനുമായിട്ട് ബന്ധപ്പെട്ട
പലർക്കുള്ള സംശയമാണ് HDC BM ഉള്ളവർക്ക് ഇത് അപ്ലൈ ചെയ്യാൻ പറ്റുമോ? ചിലർ പറയുന്നത് സൈറ്റിൽ അപ്ലോഡ് ചെയ്യാൻ പറ്റുന്നില്ല, അങ്ങനെ ഒരു പ്രശ്നം പറയുന്നത്. ഓക്കെ HDC BM എന്ന് പറയുമ്പോഴത്തേക്ക് നമുക്ക് HDC ആയിട്ട് തന്നെയാണ് പരിഗണിക്കുന്നത്, അതിന് പ്രശ്നമൊന്നുമില്ല. പക്ഷെ നമ്മൾ ഈ സർട്ടിഫിക്കറ്റിന്റെ പേര് മിസ്മാച്ച് ആയി കാണിക്കും നമ്മുടെ വെബ്സൈറ്റിൽ. അത് വെബ്സൈറ്റിന്റെ ഒരു ചെറിയ പ്രശ്നമാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ അങ്ങനെ വരുന്ന ഇഷ്യൂസിൽ, അങ്ങനെ വരുന്ന പ്രോബ്ലം എന്തെങ്കിലും നിങ്ങൾക്ക് കാണിക്കുകയാണെന്നുണ്ടെങ്കിൽ ശ്രദ്ധിക്കേണ്ട എത്രമാത്രം ചെയ്താൽ മതി. നിങ്ങൾ അവിടെ നിങ്ങൾ വൈ ഐ ആം ഇനെലിജിബിൾ എന്ന് കാണിക്കും. അപ്പോൾ നിങ്ങൾ അപേക്ഷിക്കാതിരിക്കേണ്ട. വൈ ഐ ആം ഇനെലിജിബിൾ എന്ന ക്വസ്റ്റ്യൻ മാർക്ക് ഉണ്ടായിരിക്കും. അത് ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്ക് അപ്ലൈ വിത്ത് ഈക്വലന്റ് ക്വാളിഫിക്കേഷൻ എന്നൊരു ക്വാളിഫിക്കേഷന്റെ ഒരു പാർട്ട് വരും. അപ്പൊ അവിടെ നിങ്ങളുടെ കയ്യിൽ അപ്ലോഡ് ചെയ്തിരിക്കുന്ന സർട്ടിഫിക്കറ്റ്, അത് നമുക്ക് HDC BM ആണ് നമ്മൾ കൊടുത്തിട്ടുള്ളത്, അത് സെലക്ട് ചെയ്യുക. അത് ഏതിന് കറസ്പോണ്ടിങ് ആയിട്ട് എന്ന് അവിടെ ഒരു ഓപ്ഷൻ ഉണ്ടായിരിക്കും. അവിടെ നമുക്ക് HDC ആണ് നമ്മൾ അവിടെ സെലക്ട് ചെയ്ത് കൊടുക്കേണ്ടത്. അപ്പൊ രണ്ടും സെലക്ട് ചെയ്ത് കൊടുക്കുമ്പോഴത്തേക്ക് നമുക്ക് അപ്ലൈ ചെയ്യാൻ കഴിയും. അങ്ങനെ അപ്ലൈ ചെയ്താൽ മാത്രം മതി. അങ്ങനെ ഒരു പേടി നിങ്ങളുടെ ഭാഗത്ത് ഉണ്ടാവേണ്ട ആവശ്യമില്ല. അപ്പൊ നമുക്ക് ഈ എക്സാമിനേഷന്റെ ഡേറ്റ് പ്രതീക്ഷിക്കാവുന്നത് ഏകദേശം ഒരു മാർച്ച് ഏപ്രിൽ സമയത്തൊക്കെയാണ് പ്രതീക്ഷിക്കുന്നത്. മാർച്ച് കഴിഞ്ഞിട്ടായിരിക്കും, ഇപ്പോൾ ഏപ്രിലൊക്കെ ആയിരിക്കും. ഈ പരീക്ഷയ്ക്ക് വേണ്ടി ഒരുപാട് ഉദ്യോഗാർത്ഥികൾ നിൽക്കുന്നതിന് പ്രധാനപ്പെട്ട കാരണം എന്ന് പറയുമ്പോഴത്തേക്ക് നമുക്ക് ഇതിന്റെ വരുന്ന പേ സ്കെയിലും അതുപോലെ ജോബ് പ്രൊഫൈലിലുള്ള വ്യത്യാസമൊക്കെയാണ്. അപ്പോ കേസ് കാർഡ് ബാങ്കിന്റെ പേ സ്കെയിൽ വളരെ 16,000 ആണ് നമ്മുടെ ഇതിൽ ഇരിക്കുന്നത്. ഏതിലാണ് നമ്മുടെ നോട്ടിഫിക്കേഷൻ ഉള്ളത്? വളരെ കുറവല്ലേ സാർ എന്ന് ചോദിക്കാറുണ്ട്. കാരണം സഹകരണ ബാങ്കിൽ CSE ഇതിനേക്കാളും കൂടുതലെല്ലാം ചോദിക്കാറുണ്ട്. അപ്പൊ ഇത് ശരിക്കും പറഞ്ഞാൽ അത് ഒരു പ്രീ റിവൈസ്ഡ് സ്കെയിലാണ്. റിവൈസ്ഡ് സ്കെയിൽ 22,000 മുകളിലാണ്. മാത്രമല്ല ഏകദേശം 100% അടുപ്പിച്ച് TA ഉണ്ട്. അതാണ് എന്റെ ഏറ്റവും വലിയ പ്രത്യേകത. ഗ്രോസ് പേ എന്ന് പറയുമ്പോഴത്തേക്കും ഫസ്റ്റ് നമ്മൾ കയറുമ്പോൾ തന്നെ 50,000 മുകളിലാണ് വരുന്നത്. 50,200 സംതിങ് ആണ്. കാരണം ഇവിടെ കഴിഞ്ഞ ഇപ്പൊ ഒരുപാട് കുട്ടികൾ ഇപ്പൊ കയറിയിട്ടുണ്ട്. കഴിഞ്ഞ ലിസ്റ്റിൽ ലാസ്റ്റ് അഡ്വൈസ് ഒക്കെ ആര്യയൊക്കെ സഹകരണയുടെ കുട്ടികളായിരുന്നു. അപ്പൊ ആ ഒരു ലെവലിൽ വരുന്ന പേ സ്കെയിലാണ് രണ്ട് പോസ്റ്റിന്റെയും പ്രത്യേകത എന്ന് പറയുമ്പോഴത്തേക്കും. ഇനിയിപ്പോ CSEBക്ക് പഠിക്കണോ ഇതിന് പഠിക്കണോ എന്നൊരു ചോദ്യമുണ്ട്. അങ്ങനെ ഒരുപാട് ഉദ്യോഗാർത്ഥികൾ ചോദിക്കും. അപ്പൊ അവിടെ ഞാനിപ്പോ ഒരിക്കലും നമ്മൾ സജസ്റ്റ് ചെയ്യാറില്ല, നിങ്ങൾ ഏത് ചെയ്യണമെന്ന് സജസ്റ്റ് ചെയ്യാറില്ല. അതിന്റെ കാരണം എന്ന് പറയുമ്പോഴത്തേക്കും അതിന്റെ എൻറ്റയർ റെസ്പോൺസിബിൾ ഡിസിഷൻ നിങ്ങൾക്കുള്ളതാണ്. പക്ഷെ ഇവിടെ നമ്മൾ പറയുന്ന ഒരു കാര്യം, CSEB നമുക്ക് എപ്പോഴും എഴുതാൻ പറ്റുന്ന ഒരു എക്സാമിനേഷൻ ആണ്. ലൈക്ക് ഓരോ വർഷവും നമുക്ക് 3 തവണ ആവറേജ് ഒരു 600ഓളം വേക്കൻസികൾ എല്ലാ പ്രാവശ്യം വരുന്നുണ്ട്. അത്രത്തോളം വേക്കൻസി ഇപ്പോഴും വരും. ഇതിനേക്കാൾ കൂടുതൽ വേക്കൻസി ഈ കാലയളവിൽ CSEB റിപ്പോർട്ട് ആവും. അതൊക്കെ ശരിയാണ്. പക്ഷെ നമുക്ക് ഈ ഒരു ഓപ്പർച്യൂണിറ്റി നമുക്ക് ഇനി വരണമെന്നുണ്ടെങ്കിൽ, കേസ് കാർഡ് ബാങ്കിന്റെ ആവട്ടെ ഖാദി ബോർഡ് JC ആവട്ടെ, വരണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഇനി 4-5 വർഷം കാത്തിരിക്കേണ്ടി വരും എന്നുള്ളതാണ്. അപ്പൊ ആ ഒരു വ്യത്യാസം മനസ്സിലാക്കുക. പിന്നെ ഇതിന്റെ സിലബസിലുള്ള സാമ്യത്തെ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ, നിങ്ങൾ ഈ കേസ് കാർഡ് ബാങ്കിനോ അല്ലെങ്കിൽ JSEക്ക് പഠിക്കുന്ന ഒരു 99% ഓഫ് കാര്യങ്ങളും 90% കാര്യങ്ങളും CSEBയിൽ ഉണ്ട് ആൾറെഡി. പക്ഷേ നിങ്ങൾ CSEB എന്ന് പറയുമ്പോഴത്തേക്ക് എക്സ്ട്രാ നമുക്ക് പഠിക്കേണ്ട കുറച്ചധികം കാര്യങ്ങളുണ്ട്. അക്കൗണ്ടിങ് പഠിക്കണം. അക്കൗണ്ടിങ് നമുക്ക് 20 മാർക്കിന് വരുന്നുണ്ട്. പിന്നെ 30 മാർക്കിന് നമുക്ക് ഇംഗ്ലീഷും മാത്സും GK പഠിക്കണം. ആ ഭാഗം കിടക്കണം 50 മാർക്കിന്റെ മേഖല. അപ്പൊ നമ്മളിപ്പോ CSEBയിൽ പൂർണ്ണമായിട്ട് കോൺസെൻട്രേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു ഉദ്യോഗാർത്ഥിക്ക് ഇവിടെ പെർഫോം ചെയ്യാൻ ഇച്ചിരി പാടായിരിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. കാരണം എന്ന് പറയുമ്പോൾ നമ്മൾ ഈ മേഖലയിൽ പഠിക്കുന്ന കാര്യങ്ങൾ കുറച്ചുകൂടെ ഡീപ്പായിട്ട് പോകണം. ഏതാണ്? PSCക്ക് പഠിക്കുന്ന കാര്യങ്ങൾ. CSEB കുറച്ചുകൂടെ ഏരിയ കൂടുതലാണ്, പരത്തി പഠിക്കുക എന്നുള്ളതാണ് അതിന്റെ ഒരു പ്രത്യേകത എന്ന് പറയുമ്പോൾ. അപ്പോൾ നിങ്ങൾ തന്നെ ആലോചിക്കുക, ഒരു ഡിസിഷൻ എടുക്കുക. അതിനുശേഷം എപ്പോഴും നമ്മൾ പറയുന്നത് ഒരു കാര്യമേ ഉള്ളൂ, നിങ്ങളുടെ ലക്ഷ്യം എന്താണോ അതിലേക്ക് നിങ്ങൾ ഫോക്കസ് ചെയ്യുക. അങ്ങനെ കൃത്യമായ ഫോക്കസ് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റത്തുള്ളൂ, അതിന് റിസൾട്ട് ഓറിയന്റഡ് ആയിട്ട് നമുക്ക് എത്താൻ പറ്റത്തുള്ളൂ. ആ ഫോക്കസിൽ മാറരുത്. അതും കൂടെ പഠിക്കാം, ഇതും കൂടെ പഠിക്കാം, വേണമെങ്കിൽ അക്കൗണ്ടന്റ് ബാച്ചിലൂടെ ജോയിൻ ചെയ്യാം എന്ന് പറഞ്ഞുകൊണ്ട് നിൽക്കുന്ന ആൾക്കാരുണ്ട് ഇതിനകത്ത്. കാരണം അക്കൗണ്ടന്റ് വിളിച്ചിട്ടുണ്ട്, ജൂനിയർ അക്കൗണ്ടന്റ് വിളിച്ചിട്ടുണ്ട്. അപ്പൊ 3 കോഴ്സ് എനിക്ക് എടുക്കാൻ പറഞ്ഞ ആൾക്കാരുണ്ട്. അതുകൊണ്ട് പ്രത്യേകിച്ച് ഗുണമൊന്നുമില്ല, ദോഷം മാത്രമേ ഉള്ളൂ. ഒന്ന് നിങ്ങളുടെ ധനനഷ്ടം, 2 നിങ്ങളെ എഫേർട്ട് നഷ്ടം, 3 ചിലപ്പോൾ നിങ്ങൾ സപ്ലിമെന്ററി വരും, ജോലി കിട്ടത്തില്ല. അപ്പൊ നമ്മുടെ ഫോക്കസ് എന്താണോ ആ ഫോക്കസിൽ കൃത്യമായിട്ട് അങ്ങോട്ട് മാത്രമേ നോക്കാവൂ. അങ്ങോട്ട് മാത്രം നോക്കുക. ആ ഒരു ഒറ്റ എയിം വെച്ച് തന്നെ മുന്നോട്ട് പോവുക. ഓരോ ദിവസത്തെയും പ്രാക്ടീസ് എക്സാമിനേഷൻസ് കൃത്യമായിട്ട് എഴുതുക. വീക്കിലി എക്സാമിനേഷൻ എഴുതി മത്സരിക്കുക. 90+ സ്കോറിലേക്ക് കൺസിസ്റ്റന്റ് ആയിട്ട് നിങ്ങൾ സ്കോർ ചെയ്യുക. അങ്ങനെ മുന്നോട്ട് പോകുക. അപ്പൊ എന്തായാലും നമുക്ക് നിങ്ങൾ കൂടുതൽ വിവരങ്ങൾക്കെല്ലാം വെബിനാർ സെഷൻ ഉണ്ടായിരിക്കും, വെബിനാറിൽ കാണാം. വെബിനാറിലേക്ക് പങ്കെടുക്കാൻ വേണ്ടി നിങ്ങൾ താഴെ കാണുന്ന ഫോൺ നമ്പറിലേക്ക് നിങ്ങൾ മെസ്സേജ് ചെയ്താൽ മതി. എല്ലാവരും നന്നായിട്ട് പഠിച്ച് മുന്നോട്ട് വരിക. ഇക്കഴിഞ്ഞ കേരള ബാങ്കിൽ അറിയാമല്ലോ നിങ്ങൾക്ക്, ഏകദേശം 900-ലധികം വന്ന റാങ്ക് ലിസ്റ്റില് 637 പേര് സഹകാരിയുടെ ചണക്കുട്ടികളായിരുന്നു. ഇത്തവണ നമ്മൾ ഇതിനകത്ത് ഒന്നും വിട്ടുകൊടുക്കാൻ ഉദ്ദേശിക്കുന്നില്ല. നമ്മുടെ പിള്ളേർ വിട്ടുകൊടുക്കില്ല. ഓക്കെ. അപ്പൊ അതിന് അത്തരത്തിൽ 1, 2, 3, 4, 5, 6, 7 ഇങ്ങനെ നിരന്നിരിക്കുന്ന റാങ്കുകളായിരിക്കണം നമ്മുടെ ലക്ഷ്യം. അപ്പോൾ അത് സ്വപ്നമാണ്. ആ സ്വപ്നത്തിലേക്ക് നമുക്ക് ഒരുമിച്ച് നടന്നെടുക്കാം. എല്ലാവർക്കും വിജയാശംസകൾ. താങ്ക് യു.